നമുക്ക് ഹോണ്ട യൂണിക്കോൺ ജനറൽ സർവീസ്, അതേപോലെ പിക്കപ്പ് ലോ, എൻജിൻ സൗണ്ട്, അങ്ങനെ 1-2 വർക്കുകളായിട്ട് വന്നേറാണ്. നമ്മൾ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. അത്യാവശ്യം ആ ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഇതിനകത്ത് ഉണ്ടാകും, ക്ലീൻ ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി, ടൈറ്റ് ചെയ്തൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ ബാക്ക് ടയർ ഈ പറഞ്ഞ പോലെ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ടയർ കിടക്കുന്നത് റീസോൾ ചെയ്യുന്ന ടയറാണ്, രണ്ടാമത് ഗ്രിപ്പ് അടിച്ചാണ് ടയറാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു ചാട്ടം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കും ഫ്രണ്ടും കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്, കട്ട ടയർ. അത് രണ്ടാമത് റീസോൾ ചെയ്ത് കയറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ചാട്ടം അനുഭവപ്പെടുന്നുണ്ട് വണ്ടിക്ക്. അതായത് അലൈൻമെൻറ്റ് പോയ രീതിക്ക് ഇടുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ ആ ടയർ ആ മോഡലായതുകൊണ്ടാണ് കറക്റ്റ് ലൈനിൽ കിട്ടില്ല, അതുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, അഴിച്ച് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ഈ പറഞ്ഞ രീതിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ ചെയിൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ശരിക്കും അടിക്കാൻ വേണ്ടി നോക്കി നിൽക്കരുത്, കാരണം ലെങ്ത്ത് കൂടുതലാണ്, സസ്പെൻഷൻ ലെങ്ത്ത് കൂടുതൽ, ചെയിൻ പെട്ടെന്ന് ലൂസാവും. ഏകദേശം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ ചെയിൻ അടിച്ചാലും അടിച്ച് ചെയ്ത് കയറ്റി ചെയിൻ ടൈറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാർബറേറ്റർ അസംബ്ലി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വണ്ടിക്ക് ഒട്ടും വരില്ല. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ചെയ്യുമ്പോൾ 2 കാരണമുണ്ട്. ഒന്ന് കാർബറേറ്ററിൻ്റെ ഈ സ്ലൈഡർ കേബിൾ കണക്ട് ചെയ്യുന്ന ഈ സ്ലൈഡർ യൂണിറ്റ് നല്ല ടൈറ്റ് കാണിക്കണം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടാം. ശേഷം കാർബറേറ്റർ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. മാക്സിമം ഓൾറെഡി കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്. ഈ സ്ലൈഡർ കംപ്ലൈൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് വീണ്ടും റിപ്പീറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഈ സ്ലൈഡറിൻ്റെ പ്രോബ്ലം കേട്ടോ. കാരണം നമ്മൾ ഹാൻഡിൽ ആക്സിലേറ്റർ പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ഒരുപാട് ബലം കൊടുത്തൊക്കെ വേണം നമ്മൾ തിരിക്കാനായിട്ട്. അങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വീണ്ടും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുക കംപ്ലയിൻറ്റ്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാലും കുറേ കഴിയുമ്പോൾ വീണ്ടും വരും. പിന്നെ ഈ വാക്യൂം ടെസ്റ്റിൻ്റെ ഈ പിന്നെ ശ്രദ്ധിച്ച് മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ വന്നാൽ നീഡിലിന് ഇവിടെ നല്ല അരച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, അപ്പോൾ അത് കറക്റ്റായി പറ്റും. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് കൃത്യമായിട്ടൊന്നും നിൽക്കുന്നില്ല. നമ്മളെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് അഴിച്ച് ചെക്കുന്നുണ്ട്. ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന് നിൽക്കുന്നതാണ്, അത്യാവശ്യം ഫുള്ള് തീർന്നു. ഇതാണ് ഈ ഇൻഡിക്കേഷൻ ലൈനാണ് ആ 3 ലൈൻ വന്നത്. ഇതിന്മേ ഏതാണ്ട് ഫുള്ള് മാഞ്ഞു തുടങ്ങി, ഈ സൈഡ് ഇല്ല, ഫുള്ള് തീർന്നു. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടാം. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ടയറിൽ കിടക്കുന്നത് റീസോൾ ടൈപ്പ് ടയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വണ്ടി ഓടിക്കുമ്പോഴുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ലെവൽ ഒരല്പം കുറവുണ്ട്, അതൊന്ന് ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ആ കുറവുള്ളത് മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നല്ല പ്ലഗ് കിടക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസാണ് മെയിനായിട്ട് വരാം. പിന്നെ അതിന് പുറമെ നമുക്ക് ആ വലിയുടെ ഒരുപാട് പ്രോബ്ലം, ഒരുപാട് വലിയ കാണിക്കുന്നുണ്ട്. അത് കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ്. തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കാരണം ആദ്യം നമുക്ക് ഉപയോഗിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ എടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്യാം ചെയിൻ ടെൻഷനർ ഈ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ക്യാം ചെയിൻ ടെൻഷനർ ഒരു 10,000 കിലോമീറ്ററിനുള്ളിൽ വീണ്ടും പോവുകയാണെങ്കിൽ, ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും വീണ്ടും കംപ്ലയിൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എൻജിൻ്റെ ഉള്ളിൽ ഒരു ക്യാം ചെയിൻ വരുന്നുണ്ട്, ചെയിൻ വരുന്നുണ്ട്. ടൈമിങ് ചെയിൻ എന്ന് പറയും, ക്യാം ചെയിൻ എന്ന് പറയും. ആ ചെയിൻ ഓവർ ലൂസ് വരുമ്പോഴാണ് ടെൻഷനർ ഇട്ടാൽ നിൽക്കാത്തത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ടെൻഷനർ മാറ്റി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ റിപ്പീറ്റ് അങ്ങനെ വീണ്ടും പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാം ചെയിനും കൂടി അഴിച്ച് മാറ്റിയിട്ട് ടെൻഷനർ മാറ്റിയാൽ നിൽക്കുള്ളൂ. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിന് പുറമെ നമ്മൾ ആ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്നത് എക്സൈൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് നോക്കുമ്പോൾ 12.83 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും. നിലവിൽ ബാറ്ററിയുടെ ഭാഗം ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടോ, വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നല്ലൊരു സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ മെയിനായിട്ട്. പിന്നെ നമുക്ക് ആ ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വിടാം, കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം, ഫുൾ ബ്രേക്കിൻ്റെ പാഡ് മാറ്റാം, അങ്ങനെ 2 വർക്കുകളാണ്. ക്യാം ചെയിൻ ടെൻഷനർ മാറ്റാം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഏകദേശം എന്താ വരും നമുക്കൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ ഈ വീഡിയോസുകളൊക്കെ വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ.